ഹലോ, ഞങ്ങൾ രാവിലെ എന്നും നടക്കാൻ പോകും കേട്ടോ. ഇന്ന് രാവിലെ നടക്കാൻ പോണത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദേട്ടൻ ബാക്കിൽ വീഡിയോ എടുത്തിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നെൽപ്പാടത്തിലേക്ക് ഇറങ്ങി കേട്ടോ. നോക്കി നോക്കൂ, ഞങ്ങളുടെ പാടം കാണാൻ എന്ത് ഭംഗിയാണ്. പാടത്തു കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. പാടത്തിൻ്റെ നടുവ് കൂടെ റോഡ് ഇട്ടിട്ടുണ്ട്. ആ റോഡിൽ കൂടെയാണ് ഞങ്ങൾ നടന്നു പോണത്. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നടന്നിട്ട് തൃക്കങ്ങോട് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. ഏകദേശം ഇപ്പോൾ 1/2 കിലോമീറ്റർ നടന്നുണ്ടാവും പാടം കഴിഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഇരിക്കുക. ഇവിടെ എപ്പോഴൊന്നും ബസ്സില്ല, ഒരു ബസ്സുണ്ട്, അത് ഓരോരോ സമയത്ത് ഇങ്ങനെ പോവും. വിശ്രമം കഴിഞ്ഞു, ഇനി വീണ്ടും നടക്കാൻ തുടങ്ങി. കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാണ്ട്. ഞങ്ങൾ 6 മണിക്കാണ് കേട്ടോ നടക്കാൻ തുടങ്ങിയത്. ഇതൊരു ഉൾപ്രദേശമാണ്. ഉൾപ്രദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ സൗകര്യമില്ലായൊന്നുമില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 4 ഹോസ്പിറ്റലുണ്ട്, അമ്പലങ്ങൾ, പള്ളി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. കുറേ നടക്കണം കേട്ടോ അമ്പലം എത്തണമെങ്കിൽ. മോന് 6:30ക്കാണ് ട്യൂഷൻ. മോനെ ട്യൂഷനാക്കിയിട്ട് നന്ദേട്ടൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നടക്കാൻ ഇറങ്ങുകയാണ്. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ അമ്പലം, തൃക്കങ്ങോട് അമ്പലം. ഇത് രണ്ടുമൂർത്തി ക്ഷേത്രം എന്നാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പേര്. ശിവനും വിഷ്ണുവാണ് ഇവിടെ പ്രതിഷ്ഠ. പിന്നെ അയ്യപ്പനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, ഗണപതി ഉണ്ട്. ഇനി ഞങ്ങൾക്ക് കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി ഈ അമ്പലത്തിൻ്റെ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ കുറച്ച് നേരം ഇരിക്കാൻ പോവാണ്. ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 2 സ്ഥലത്ത് കുറച്ച് വിശ്രമിക്കും. മഴ കുറേശ്ശെ ചാറാൻ തുടങ്ങി. അവിടെ ഒരു തിണ്ട് പോലെ പണിതിട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കുകയാണ്. ഞാൻ നന്ദേട്ടനും കൂടിയും ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കും. ബസ് സ്റ്റോപ്പിൽ ഒരു 5 മിനിറ്റ് ഇരിക്കും, ഇവിടെ 5 മിനിറ്റ് ഇരിക്കും. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ വിശ്രമമൊക്കെ കഴിഞ്ഞു, നീക്കിച്ചു, വീണ്ടും നടക്കാൻ തുടങ്ങി. ഇനി ഇവിടെ ഒരു കല്ല് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം അധികം എവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണില്ല, ഒക്കെ ആൾക്കാർ എടുത്തു മാറ്റി. ഇത് പക്ഷേ അങ്ങനെ ആരും എടുത്തു മാറ്റിയിട്ടില്ല. കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരിത്. ഇത് മുന്നേ പണ്ട് കാലത്തെ ആൾക്കാർ തലയിൽ ഭാരമൊക്കെ കയറ്റി വരുമ്പോൾ, തലവേദനിക്കുമ്പോൾ ഒന്ന് ആശ്വാസത്തിന് വേണ്ടി ഇറക്കി വയ്ക്കണ ഇതാണ്. ഇതിന് എന്താ ചുമട് താങ്ങിയെന്നോ എന്തോ ആണ് ഇതിന് പറയുക. ഇപ്പം ആൾക്കാർ അതിന് മുകളിൽ കയറി ഇരിക്കണമുണ്ട്. ഇപ്പം ആരും തലയിലൊന്നും സാധനങ്ങളൊന്നും ഏറ്റിയിട്ട് വരില്ലല്ലോ. ഞങ്ങൾ നടക്കുകയാണ്. ഇനി ഇവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട്. ഒരു ചേച്ചിയാണ് അവിടെ ചായ കച്ചവടം ചെയ്യണത്. അവിടെ നന്ദേട്ടനൊരു കാലിച്ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. ഞാനും അവിടെ വെറുതെ പോയിരിക്കുകയാണ്. ഞാൻ ചായ ഒന്നും കുടിക്കില്ല, ഞാൻ രാവിലെ ഒരു ചായ മാത്രമേ കുടിക്കുള്ളൂ.
ഈ രണ്ടുമൂർത്തി അമ്പലം എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും കേട്ടോ. ചായയൊക്കെ കുടിച്ചു, വീണ്ടും നടത്താൻ തുടങ്ങി. ഇനി ഇതാ അവിടെ ഒരു ചെറിയൊരു വഴിയുണ്ട്, ആ വഴിയിൽ കൂടെ പോവാണ്. ഈ വഴിയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡിലേക്ക് എത്താൻ പറ്റുക, അപ്പോൾ അതുകൊണ്ടാണ് ഈ വഴിയിൽ കൂടെ പോണത്. ഇവിടെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം കേട്ടോ. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ എന്താ പറയുക, ഈ കാട് പോലത്തെ സ്ഥലത്ത് പന്നീനെയും മയിലിനെയൊക്കെ കാണാറുണ്ട്. ഒരു ദിവസം ഒരു 3-4 പന്നി ഞങ്ങളുടെ മുന്നിൽ കൂടെ അങ്ങോട്ട് ഓടി. അതാണ്ട് ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇത് ഓരോരുത്തരുടെ സ്ഥലങ്ങൾ തന്നെയാണ്, പക്ഷെ ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഒരുപാട് കാടും ഇതൊക്കെ പിടിച്ചിട്ടാണ് കിടക്കുന്നത്. മെയിൻ റോഡിൽ കൂടെ നടക്കുമ്പോൾ വണ്ടികളുടെ ശല്യമല്ലേ, അപ്പം ഞങ്ങൾ ഫുള്ളും ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെയാണ് നടക്കുക. അപ്പോൾ കടയിലേക്കൊന്നും പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് മെയിൻ റോഡിലേക്ക് എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ വഴിക്ക് വന്നതാണ്. അതുകൊണ്ട് അവിടെ റബ്ബർ എസ്റ്റേറ്റ്, ഇവിടെയും പന്നിയും മയിലൊക്കെ ഉണ്ടാവാറുണ്ട്. മയിലൊക്കെ 5-6 10-20 എണ്ണമൊക്കെ ഉണ്ടാവുക. പീലിയൊക്കെ വിടർത്തിയിട്ട് ഇങ്ങനെ ആടണൊക്കെ കാണാം. ഈ സ്ഥലത്തിന് പേര് ഈസ്റ്റ് മനുശ്ശേരി എന്നാണ് കേട്ടോ. തൃക്കങ്ങോട് കഴിഞ്ഞാൽ പിന്നെ ഈസ്റ്റ് മനുശ്ശേരിയാണ്. ഇതാണല്ലേ, ഇത് നല്ലൊരു ഇറക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലൊരു കയറ്റം. അപ്പം ഞങ്ങൾ നടന്നിട്ട് മെയിൻ റോഡിലേക്ക് എത്താറായി കേട്ടോ. കാരണം ഞങ്ങൾക്ക് കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാണ്ടേ, അപ്പോൾ മെയിൻ റോഡിലേക്ക് കയറിയതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് വരാറില്ല നടക്കാൻ, ഇങ്ങനെ ഉള്ള ഏരിയയിൽ കൂടെയാണ് നടക്കുക. ഇത് കണ്ണിയമ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ്, ഒറ്റപ്പാലത്ത് കണ്ണിയമ്പുറം. ഞാനിതാ കടയിലേക്ക് പോവുകയാണ് സാധനങ്ങൾ വാങ്ങാൻ. പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അതിന് പോയിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടോ. അതാ വീട്ടിലെത്തുമ്പോഴേക്കും ഞങ്ങളൊരു 6 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും.